നമ്മുടെ സീഡ്ലെസ് ലെമണിൽ ഇതാ ഇഷ്ടംപോലെ നാരങ്ങ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ഷോപ്പിൽ സ്റ്റോക്കൊക്കെ തീർന്നിരിക്കണേ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. ഇതാ ഇതേ രീതിയിലാണ് പഴുത്ത് നിൽക്കുന്നത്. അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു മാസങ്ങളോളം ഇരിക്കും ചെയ്യും, ഒരു കേടും കൂടാതെ ഇരിക്കും ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉപയോഗിക്കാനുള്ള കണ്ടീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ എത്രയുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, നമുക്ക് ഒരു മരത്തിന് എത്ര വിളവ് കിട്ടും, എത്ര കിലോ കിട്ടും, അല്ലെങ്കിൽ എത്ര രൂപ കിട്ടും, വരുമാനം കിട്ടും എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ വരുമാനത്തിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് ഇതിന്നൊക്കെ കിട്ടുന്നൊരു നമ്മൾ സ്വന്തമായിട്ട് നട്ട് നനച്ചെടുത്ത മരത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വിളവൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം ഇതൊക്കെ ഒരു ഉന്മേഷമൊക്കെ വേറെ തന്നെയാണ്. ഇതേ രീതിയിൽ ഇവിടെ നന്നായിട്ട് പഴുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഒരു പാർട്ട് ടൈം കൃഷി ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ കച്ചവടം കാര്യങ്ങളൊക്കെ വേറുണ്ട്. നമ്മുടെ കൃഷി പാർട്ട് ടൈം കൃഷിയാണ്. പക്ഷേ കൃഷി മാത്രം ഉപജീവനമാക്കിയുള്ള ആൾക്കാർക്ക് സന്തോഷം സമാധാനം ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അവർക്ക് നല്ല വിളവും നല്ല വരുമാനമൊക്കെ കിട്ടിയെങ്കിൽ തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. നമ്മൾ മറ്റുള്ള ജോലികൾക്കിടയിൽ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്ന ആൾക്കാരോട് മാത്രമേ കാര്യങ്ങൾ പറയാനുള്ള വകുപ്പ് എനിക്കുള്ളൂ. കാരണം ഞാൻ കൃഷി മാത്രം ചെയ്യുന്ന ഒരാളല്ല, അത് കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളല്ല. അപ്പോൾ അവർക്ക് ജീവിതം ഭയങ്കര കഷ്ടപ്പാടിലും കാര്യത്തിലൊക്കെയാണ്. വിളവിനും കൃഷിക്ക് വിളവിന് വിലയും കിട്ടിയാലാണ് സാധാരണ കൃഷിക്കാരുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് പോലെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലെയർ ചെയ്ത് വെച്ച തയ്യിൽ തന്നെ അടിപൊളി ഒരു ചെറുനാരങ്ങ പഴുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കിടിലം ചെറുനാരങ്ങ. അപ്പോൾ അതിലൊക്കെ ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു നന്നായിട്ട് വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും. അവിടെയൊക്കെ നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ ചെറുനാരങ്ങ. ഉള്ളി ഇവിടെ ഇറങ്ങുന്നുണ്ട്, അപ്പുറത്തുണ്ട് ഇതേ രീതിയിൽ. അപ്പോൾ എല്ലാ തിരക്കിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെടികളെയും മറ്റുള്ളതിനൊക്കെ പരിപാലിക്കുമ്പോൾ നമുക്ക് എല്ലാ ക്ഷീണവും മാറി കിട്ടുക. അവിടെ 3 എണ്ണം ഒരു കമ്പിലെല്ലാം ഉണ്ട്. അധികം ഓവർ സൈസല്ല. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മരത്തിൽ തന്നെ നമുക്ക് പല സൈസിലാണ് നാരങ്ങ കിട്ടിയതുണ്ട്. ഇത് കുറച്ച് വലുപ്പം കൂടിയതാണ്. ഈ 3 എണ്ണം കുറച്ച് ചെറുതാണ്. പക്ഷെ രണ്ടും വിളവെടുപ്പാറായത് തന്നെയാണ്. സീഡ്ലെസ് മാത്രമല്ല നമ്മുടെ അവിടെ ചെറുനാരങ്ങ മരത്തിൽ ഇതവിടെ നല്ല പഴുത്തിട്ട് ഇതൊരു കൊലയിൽ ഒരു 3 എണ്ണം ഉണ്ട്. 3 എണ്ണമല്ല 4 എണ്ണം ഉണ്ട്. ഇതേ രീതിയിലാണ് നമ്മുടെ ചെറുനാരങ്ങ മരം കായ്ച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം മെച്ചൂറായൊരു 3.5 വർഷമായിട്ട് തയ്യണത്. അവിടെയൊക്കെ വിലയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒന്നും പൊട്ടിക്കാൻ കിട്ടില്ല. താഴത്ത് കൂടാതെ നമുക്ക് കിടന്നും കൂടാതെ കിട്ടും. ഇതേ രീതിയിൽ ഉണ്ട്. ഇത്രയും നമ്മളിന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് വിളവെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് ഇത്. അവിടെയൊക്കെ തഞ്ഞ് ഇഷ്ടംപോലെ കായ്ച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ ഉണ്ട്, അതുപോലെ തന്നെ സീഡ്ലെസ് ലെമൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.